സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഹലോ, കേൾക്കുന്നില്ലേ? അതും കൂടെ ഉണ്ട്. അവിടെ ഓക്കെ അല്ലേ? അവരുടെ റെഡിയാകുമ്പോൾ പറഞ്ഞാൽ മതി. ഹലോ, ഹലോ 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 എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമില്ലാതെയായിട്ട് 9 ദിവസം പിന്നിട്ടിരിക്കുന്നു. പ്രബുദ്ധ കേരളമേ ലജ്ജിക്കൂ എന്നാണ് പറയാൻ തോന്നുന്നത്. സ്വപ്ന സദൃശ്യമായിട്ടുള്ള ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിച്ചിട്ടും ഒരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല. കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടി ചേരിതിരിഞ്ഞ തെരുവിൽ കലാപവും അക്രമവും ഫ്ലക്സ് ബോർഡ് യുദ്ധവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രബുദ്ധ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ള കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് അതിനിർണായകമായിട്ടുള്ള ഒരു സമയമാണിത്. ഈ സമയത്ത് സ്കൂളുകൾ തുറക്കാൻ ഇനി കേവലം 2 ആഴ്ച മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പുതുതായിട്ട് സ്കൂളുകളിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പാഠപുസ്തകങ്ങൾ അത് തയ്യാറായിട്ടില്ല. മാത്രമല്ല, മഴജന്യ രോഗങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആണോ? ഒരിക്കലും പറയണം. ഓക്കെ അല്ലേ? കേരളം അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. കേരളത്തിലെ സ്കൂളുകൾ തുറക്കാൻ ഇനി 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ മഴജന്യ രോഗങ്ങൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനവും കേരളത്തിൽ നടക്കുന്നില്ല. ആക്ച്വലി ഇത് എവിടുത്തെ പ്രശ്നമാണ്? ഓക്കെ, അപ്പൊ അതിൽ വർക്കാണല്ലോ.
അതുപോലെ പറയും. ഓക്കെയാണോ? ഓക്കെയാണ്, ഇപ്പോൾ ഓക്കെയാണ്, ക്ലിയർ. കേരളത്തിൽ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ന് 9 ദിവസം പിന്നിടുകയാണ്. സ്വപ്ന സദൃശ്യമായിട്ടുള്ളൊരു ഭൂരിപക്ഷം കിട്ടിയിട്ടും കോൺഗ്രസിന് അതിൻ്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ അവരുടെ ഹൈക്കമാൻഡിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള വിഴുപ്പലക്കലുകൾ തെരുവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലക്സ് ബോർഡ് യുദ്ധങ്ങൾ നടക്കുന്നു, തെരുവിൽ അക്രമങ്ങൾ നടക്കുന്നു. ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി പിന്തുണ നൽകിയ MLA-മാർക്ക് മലബാർ മേഖലയിൽ കാലുകുത്താൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഇത് അങ്ങേയറ്റം അപമാനകരമായിട്ടുള്ള, മുഴുവൻ മലയാളികൾക്കും അപമാനകരമായിട്ടുള്ള സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ പ്രബുദ്ധ കേരളമേ ലജ്ജിക്കൂ എന്നാണ് പറയാൻ തോന്നുന്നത്. കോൺഗ്രസ് ഈ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. BJP നേരത്തെ തന്നെ പറഞ്ഞതാണ്, BJP NDA നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇടതുപക്ഷം മാറി വലതുപക്ഷം വന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഗുണമുണ്ടാകാൻ പോകുന്നില്ല. ഇതേ രീതിയിലുള്ള വിഴുപ്പലക്കലുകളും അതോടൊപ്പം തന്നെ അഴിമതിയും അക്രമവും അരാജകത്വവും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇടതും വലതും ഒന്നാണ്, ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് BJP തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമായിരിക്കെയാണ് ഈ കഴിഞ്ഞ 9 ദിവസത്തിനുള്ളിൽ. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഗുരുതരമായിട്ടുള്ള ചില ഭരണപരമായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്ന സമയമാണ്. സ്കൂളുകൾ തുറക്കാൻ ഇനി കേവലം 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. സ്കൂൾ കുട്ടികൾ പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള പാഠപുസ്തകങ്ങൾ ഇതുവരെ തയ്യാറാക്കിയില്ല. അതിനുവേണ്ടിയുള്ള സ്കൂളുകൾ നന്നാക്കുന്നതും അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തകിടം മറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ മഴജന്യ രോഗങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ്. PM ശ്രീ പദ്ധതി പ്രകാരം കേരളത്തിന് കിട്ടേണ്ട 440 കോടി രൂപ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ IAS-കാർ പരസ്പരം ചേരിതിരിഞ്ഞ് വിഴുപ്പലക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഉദ്യോഗസ്ഥ യൂണിയനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കവലച്ചട്ടമ്പികളെപ്പോലെ അക്രമം നടത്തുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ചില ഉദ്യോഗസ്ഥന്മാർ ഈ തക്കം നോക്കി ജീവനക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു നാഥനില്ല കളരിയായിട്ട് കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ കേരളത്തിലെ ജനത വിശ്വസിച്ച് അധികാരത്തിലേറ്റിയ കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് കാരണം, കോൺഗ്രസിൻ്റെ കഴിവുകേട് കാരണം ഈ കേരളത്തിൽ നാഥനില്ല കളരിയായിട്ട് മാറിയിരിക്കുന്നു. കോൺഗ്രസ് കേരളത്തിലെ ജനതയെ കൊഞ്ഞണം കുത്തി കാണിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള ജനങ്ങളുടെ അമർഷം ഉണ്ടാകുമെന്ന് BJP പ്രതീക്ഷിക്കുകയാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ച് VD വേണോ, KC വേണോ, അതോ ചെന്നിത്തല വേണോ എന്നുള്ളതാണ് ചർച്ച. ആരാണെങ്കിലും ജമായത്തി ഇസ്ലാമിയുടെ പച്ചക്കൊടി കിട്ടിയാലേ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമീറിൻ്റെ അടിമയാരാണ് എന്ന് അന്വേഷിക്കുന്ന തിരക്കിലാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്. ജമായത്തി ഇസ്ലാമിയുടെ അമീറിൻ്റെ അടിമയെ തേടുകയാണ്. ആ അടിമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിൽ ചില നാടകങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടന്നു. ഷാഫി പറമ്പിൽ കൂറുമാറിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ ചില വൃത്തങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ കർണാടകയിൽ നിന്ന് ഒരു മുസ്ലിം മന്ത്രി കഴിഞ്ഞ ദിവസം പാണക്കാട് കൊടപ്പനിക്കൽ തറവാട്ടിലേക്ക് വന്നത് ദുരൂഹമാണ്. ജമായത്തി ഇസ്ലാമിയുടെ അജണ്ടയാണ് ഷാഫി പറമ്പിലിൻ്റെ കൂറുമാറ്റവും അതോടൊപ്പം തന്നെ കർണാടക മന്ത്രിയുടെ കൊടപ്പനിക്കൽ തറവാട്ടിലേക്കുള്ള സന്ദർശനവും
കേരളത്തിൽ ജമായത്തി ഇസ്ലാമി നിശ്ചയിക്കുന്ന ആളായിരിക്കണം മുഖ്യമന്ത്രി എന്ന അജണ്ടയുടെ പുറത്തുള്ള ശ്രമമാണ് എന്ന് BJP വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ മുസ്ലിം ലീഗാണ് ആരാണ് മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെയും അമീറിൻ്റെയും അടിമകളായിട്ട് മാറുന്ന കോൺഗ്രസ് ഈ കേരളത്തിൽ ഒരു കാര്യം കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. മുസ്ലിം ജമായത്തി ഇസ്ലാമിയുടെയും SDPIയുടെയും മുസ്ലിം ലീഗിൻ്റെയും വോട്ട് കൊണ്ടല്ല, മാത്രമല്ല നിങ്ങൾ കേരളത്തിലെ അധികാരസ്ഥാനത്തെത്തിയത് എന്ന് കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ സർവ്വ അധികാരവും ജമായത്തി ഇസ്ലാമിയുടെ അമീറിൻ്റെ കാൽക്കൽ അടിയറ വയ്ക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെങ്കിൽ ഇത് അതിഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്താണ് നിങ്ങൾ നേരിടാൻ പോകുന്നത്. കേരളം ഉത്കണ്ഠയോടുകൂടിയാണ് ഇതിനെ കാണാൻ പോകുന്നത് എന്ന് ഓർമ്മിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലീഗ് ഭാസ്കര പട്ടേലരും കോൺഗ്രസ് തൊമ്മിയുമായിട്ട് നടത്തുന്ന ഒരു പുതിയ കേരളമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ UDF ജയിച്ചപ്പോൾ കേരളത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനങ്ങളും അതിനോടനുബന്ധിച്ച് നടന്ന ചില കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കേരളം നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ചില ഇസ്ലാമിക രാജ്യങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലാണ് UDF ജയിച്ചപ്പോൾ കേരളത്തിൽ നടന്ന ആഹ്ലാദ പ്രകടനങ്ങൾ. ഓരോ ആഹ്ലാദ പ്രകടനത്തിലും മാരകായുധങ്ങൾ, കത്തി, വാള്, ഇത്തരത്തിലുള്ള മാരകായുധങ്ങളുമായിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നു. ആടിനെ പൊതുനിരത്തിൽ വെച്ച് കഴുത്തറുത്ത് കൊല്ലുന്നു. അത് കഴിഞ്ഞാൽ BJPയുടെ നേതാവ് ശ്രീ K. സുരേന്ദ്രൻ്റെ ഫ്ലക്സ് ബോർഡുകൾ ആധുനിക സംവിധാനം ഉപയോഗിച്ച് ബോംബുകൾ വെച്ച് കത്തിക്കുന്നു. ഇതെന്താ താലിബാനാണോ? മുസ്ലിം ലീഗും കോൺഗ്രസ് ഉത്തരം പറയേണ്ടതാണ്. ഇത് താലിബാനാണോ? താലിബാനിൽ ഞങ്ങൾ മനുഷ്യൻ്റെ ഗളം ഛേദിക്കുന്ന ജമായത്തി ഇസ്ലാമിക്കാരനെ കണ്ടിട്ടുണ്ട്. താലിബാനിൽ മനുഷ്യ ബോംബുകൾ ഇട്ട് നശിപ്പിക്കുന്ന ജമായത്തി ഇസ്ലാമിക്കാരനെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ റിഹേഴ്സലാണോ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അധികാരം കിട്ടിയപ്പോൾ കേരളത്തിൽ അനുവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. അതാണ് കേരളത്തിൽ കണ്ടത്. മതമാണ് വിഷയമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന മുസ്ലിം ലീഗും അവലും മലരും കരുതിക്കോ കുന്തിരിക്കവും കരുതിക്കോ എന്ന് പറഞ്ഞ് ഇവിടെ മതവർഗീയ ഭീഷണി ഉയർത്തിയ SDPIയും ഒരുമിച്ച് ചേർന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ അടിമകളായിട്ട് അധികാരം കിട്ടിയവരുടെ ആ അധികാരം ആഘോഷിക്കുന്നത് അതിഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്ത് കേരളത്തിനുണ്ടാക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇത് കേരളത്തിലെ സാമാന്യ ജനതയെ, വികസിത കേരളം ആഗ്രഹിക്കുന്ന ജനതയെ, സ്വന്തം കുഞ്ഞുങ്ങളുടെ ഭാവി ഭദ്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയെ, ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു സർക്കാരായിരിക്കണം കേരളത്തിൽ വരണം എന്നാഗ്രഹിച്ച ജനതയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഉത്കണ്ഠാകുലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മറ്റൊന്ന്, കോൺഗ്രസ് മാത്രമല്ല, ഇവിടെ ഇന്ന് സമ്പൂർണ്ണമായിട്ടും നശിച്ച് തകർന്നടിഞ്ഞിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള വർഗീയതയുടെ അജണ്ടയ്ക്കനുസരിച്ച് എങ്ങനെ പെരുമാറി എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം, കാസർഗോഡ് അസംബ്ലി മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് INLൻ്റെ ദേശീയ സെക്രട്ടറി പത്രക്കാരോട് പരസ്യമായിട്ട് പറഞ്ഞത്. മഞ്ചേശ്വരത്ത് ശ്രീ K. സുരേന്ദ്രനെ തോൽപ്പിക്കാനും കാസർഗോഡ് BJPയുടെ സ്ഥാനാർത്ഥിയായ ശ്രീമതി ML അശ്വനിയെ തോൽപ്പിക്കാനും CPMകാർ ആവശ്യപ്പെട്ട് INLൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വോട്ട് മുസ്ലിം ലീഗിന് മറിച്ചു കൊടുത്തു എന്നാണ് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന INLൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് കേരളത്തിൽ യഥാർത്ഥത്തിൽ ജനാധിപത്യമല്ല ജയിച്ചിരിക്കുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും വർഗീയ അജണ്ടയാണ് ജയിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. BJP ഇതൊക്കെ പറയുന്ന സമയത്ത് BJP വർഗീയ താല്പര്യത്തോടു കൂടിയാണ് പറയുന്നത് എന്ന് BJPക്ക് നേരെ ആക്രമണം ഉന്നയിക്കുന്ന ആൾക്കാർക്ക് ഉള്ള മറുപടിയാണ്
INLന്റെ തന്നെ നേതാവ് ഇപ്പോൾ അവരുടെ അകത്ത് നടന്ന ചർച്ചകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും CPM ആണെങ്കിലും ഇവിടെ അവർ പ്രവർത്തിക്കുന്നത് ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്രവാദ, വിഘടനവാദ, വിധ്വംസക ശക്തികളുടെ അജണ്ടയ്ക്കനുസരിച്ചാണ് എന്നതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് INLന്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേരളത്തിൽ ഒരു ഭരണം മാറിയിരിക്കുന്നു. ആ ഭരണമാറ്റം കേരളത്തിലെ ജനതയ്ക്ക് ഗുണകരമായിട്ടുണ്ടാകണം. അത് ഗുണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെതിരെ അതിശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റം നടത്താൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃയോഗവും തൊട്ടടുത്ത ദിവസം തന്നെ ഒരുമിച്ച് ചേരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള അവലോകനങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി എടുക്കേണ്ട നിലപാടുകളും ആ യോഗത്തിൽ ഒരു രൂപം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടന്നു കൈയല്ലല്ലോ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് യൂത്ത് കോൺഗ്രസ്സിലല്ലോ, SDP അല്ലേ. ഇപ്പോൾ അധികാരം കിട്ടിയതിന് ശേഷം ജമായത്ത് ഇസ്ലാമിയുടെ അമീറും അങ്ങനെയുള്ളവരും തന്നെ ഇവിടെ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? മുസ്ലിം ലീഗ് ആര് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്ന് പരസ്യമായി പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? മുസ്ലിം ലീഗ് VD സതീശന് അനുകൂലമാണ് എന്ന സാഹചര്യം വരുന്ന സമയത്ത് അത് KC വേണുഗോപാലിനെ അനുകൂലമാക്കാൻ വേണ്ടിയുള്ള സമയമല്ലേ ഇപ്പോൾ? അതിനുവേണ്ടിയല്ലേ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ കാണാൻ വേണ്ടി കർണാടകയിൽ നിന്നുൾപ്പെടെയുള്ള മത നേതാക്കന്മാർ വരുന്നത്, രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്നത്? അപ്പോൾ ഈ കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകണം, എന്ത് നയം നടപ്പാക്കണം, ആരൊക്കെ മന്ത്രിമാരാകണം എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് താലിബാന് സമാനമായി ജമായത്ത് ഇസ്ലാമി നേതൃത്വം നൽകുന്ന അതിഗുരുതരമായിട്ടുള്ള സാഹചര്യത്തെ ഞങ്ങൾ കേവലം രാഷ്ട്രീയ പ്രചരണായുധമായിട്ടല്ല കാണുന്നത്. ഇത് കേരളത്തിലെ 3.25 കോടി ജനതയുടെ ഭാവി അപകടപ്പെടുത്തുന്ന രാഷ്ട്രീയ സമീപനമായിട്ടാണ് BJP കാണുന്നത്. ഇത് ഏതെങ്കിലും ഒരു മതത്തിന് അനുകൂലമോ എതിരായിട്ടോ അല്ല BJP ഇതിനെ കാണുന്നത്. ഇത് കേരളത്തിന്റെ ഭാവി അപകടപ്പെടുത്തുന്ന രാഷ്ട്രീയ സമീപനമാണ്. ഈ സമീപനത്തെ മതേതര കേരളം BJPക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ മുസ്ലിം ലീഗിനെ തീവ്രവാദി സംഘടന എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു വർഗീയ സംഘടനയാണ്. ആ വർഗീയ സംഘടന ജമായത്ത് ഇസ്ലാമിയുടെ തീവ്രവാദ അജണ്ടയ്ക്കനുസരിച്ച് നീങ്ങുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യം 3.25 കോടി മലയാളിയെ സംബന്ധിച്ചിടത്തോളവും മതേതര കേരളത്തെ സംബന്ധിച്ചിടത്തോളവും അപകടകരമാണ് എന്ന മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം ഉപയോഗിച്ചത്. ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടോളൂ. അല്ല, നിങ്ങൾ അവരെ കൊണ്ട് നിങ്ങൾ മൗദൂദീസത്തെയും മാർക്സിസത്തെയും ജമാഅത്ത് ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും കൊണ്ട് നിങ്ങൾ സംതൃപ്തിപ്പെട്ടോളൂ. ഞാൻ കേരളത്തിലെ 3.25 കോടി മലയാളിയോട് പറയുകയാണ്, അപകടമാണ്, 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 മതമാണ്, മതമാണ്, മതമാണ് വിഷയം എന്ന് പറയുന്ന തീവ്രവാദികൾ ഈ കേരളത്തിൽ സർവ്വതും നിശ്ചയിക്കുന്ന അവസ്ഥ വന്നാൽ ഇവിടുത്തെ സാമാന്യ മുസ്ലിമിനും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനും ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനും ഈ നാട് വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുസമൂഹത്തിനും അത് അപകടമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അത് കോൺഗ്രസ്, അത് എന്റെ പണിയല്ലല്ലോ. അത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനിവിടെ വോട്ട് നൽകിയിരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലവരായിട്ടുള്ള മുസ്ലിം തീവ്രവാദികൾ, രാജ്യദ്രോഹികളുമല്ല. SDP ജമാഅത്ത് ഇസ്ലാമിയല്ല. ഇവിടുത്തെ ഈ നാട്ടിൽ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതേതര മുസ്ലിം സഹോദരന്മാരും ഉൾപ്പെടെ വോട്ട് നൽകിയിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും MLA-മാരെ കിട്ടിയത് എന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം BJPക്കല്ല, കോൺഗ്രസിനാണ്. അതിനെ കൊണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിന്റെ മുമ്പിൽ അടിയറ വെക്കരുത്.
എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. BJP അങ്ങനെ ആവശ്യപ്പെടാനുള്ള അധികാരമില്ലേ? വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ കേരളത്തിലെ സമൂഹത്തിന് കോൺഗ്രസിനോട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ ഈ കേരളത്തെ കൊണ്ട് അടിയറ വെക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ആ സ്വാതന്ത്ര്യം ഞാൻ വിനിയോഗിക്കുന്നു, BJP വിനിയോഗിക്കുന്നു. കുറ്റപ്പെടുത്താൻ പറ്റുമോ? അത് നിങ്ങൾ ഗവേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ആഗോള ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയെ അന്വേഷിച്ച് കിടക്കാൻ അല്ല, കേരളത്തിലെ അജണ്ടയും ആഗോള അജണ്ടയും തമ്മിൽ അങ്ങ് വിദഗ്ധനാണെങ്കിൽ പറഞ്ഞു തരും. എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളിൽ കയറി അതിന്റെ ശേഷി ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ അംഗീകരിച്ച് ജമാഅത്തെ ഇസ്ലാമിയെയും താലിബാനെയും ആഗോള ഭീകര താങ്കൾക്ക് പിന്തുണയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇതൊരു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ അവരെ ന്യായീകരിച്ചോളൂ. നിങ്ങൾ ന്യായീകരിക്കുന്നതിനെല്ലാം ഉത്തരം പറയാൻ എന്നെ കിട്ടില്ല. പാർട്ടിയുടെ നിലപാട് ഇന്ന് കേരളത്തിലെ രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട്, മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി അല്ല കേരളത്തിലെ കോൺഗ്രസിന് അധികാരം നൽകിയിരിക്കുന്നത്, കേരളത്തിലെ പൊതുസമൂഹമാണ്, അതിനോടുള്ള മാന്യത കാണിക്കണം എന്ന് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ